ഒന്ന് രണ്ട് ആമുഖമായിട്ട് പറയാനുള്ളത്, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ 17 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നു എനിക്ക് 17 വയസ്സാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്വീറ്റ് 17 ആണ്, മധുര 17 ഇപ്പം ഞാൻ. കാണുമ്പോൾ ഒരു ഞൊണ്ടിയൊക്കെ നടക്കുന്ന വണ്ണമുള്ള ഒരു തള്ള, അല്ലെങ്കിൽ ഒരു തളശി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ 3-ാം ജന്മത്തിലെ പ്രായം 17 17 വയസ്സുള്ള ഒരു മനസ്സിൽ ചുറുചുറുക്കുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളതും, ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള കാര്യം ആവർത്തിക്കുകയാണ്. ഇന്ന് യുക്തിവാദികൾ പെരുകേണ്ട ഒരു കാലഘട്ടമാണെന്ന്. ഇത് ഞാൻ പണ്ടും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. കാരണം അത്രമാത്രം മതഭ്രാന്തന്മാരെ വാണരുളുന്ന, ചരിത്രം പോലും വ്യാജമായി മാറ്റി എഴുതുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ. ഓരോ കൊല്ലം ചെല്ലും തോറും അത് കൂടിക്കൂടിയാണ് വരുന്നത്. ഭ്രാന്താണ്, മതഭ്രാന്താണ്. അതിനിടയിൽ ഒരു വെളിച്ചം വയ്ക്കാൻ നിങ്ങൾ യുക്തിവാദികൾ ആണ് ഉള്ളത്. ഞാൻ യുക്തിവാദി ഇതുവരെ ആയിട്ടില്ല, ആവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മനസ്സിൻ്റെ എന്തിനോ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്തിനോ മുറുകെ പിടിക്കുന്നു. അതിനെ പല പേരുകളിൽ വിളിക്കാം. ദൈവം എന്ന് തന്നെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ശക്തിയെന്നോ പ്രകൃതിയെന്നോ മനസാക്ഷിയെന്നോ എന്തോ ഒന്ന്, എന്നേക്കാൾ കവിഞ്ഞ എന്തോ ഒന്നുണ്ട് എന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രം ഞാനല്ല വലുത്, എന്നേക്കാൾ വലുത് എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്ന ഒരു ആശയത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ യുക്തി എന്ന് മാത്രമായിട്ടുള്ള ഒരു യുക്തിവാദി എന്നുള്ള പേര് എനിക്ക് ചാർത്തി തരാൻ സമയമായിട്ടില്ല, അല്ലെങ്കിൽ ചാർത്തി തരാറായിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഞാൻ യുക്തിവാദികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യസ്നേഹികളാണ്. ഈ മതഭ്രാന്തന്മാരുണ്ടല്ലോ, ശരിക്കും പറയാന്ന് വെച്ചാൽ മനുഷ്യ ശത്രുക്കളാണ് അവർ വേറെന്തൊക്കെയോ ആണ്. ഒരു പൈശാചികതയാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ലോകം രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യസ്നേഹികളായ നിങ്ങൾ പെരുകണം. അപ്പോൾ ഇത്രയും പേരൊക്കെ വന്ന് ഒരു ദിവസം മുഴുവനൊക്കെ സ്പെൻഡ് ചെയ്യണു, അതൊരു ഞായറാഴ്ച എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. ഈ മിടുക്കരായിട്ട് ഓടി നടക്കുന്നവർ എല്ലാറ്റിലും മിടുക്കരാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഈ ഒരു പ്രസ്ഥാനത്തിൽ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഒരു ഞായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. എന്നാലും നിങ്ങൾ ഇതിലേക്കും കൂടി വരുന്നത്, ഇത്രയും നിങ്ങൾ ഇവിടെ വന്നത് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് വെളിച്ചമാകാനായിട്ടാണ്. നിങ്ങളെപ്പോലുള്ളവരാണ് ഈ മതഭക്തരേക്കാൾ, അന്ധരായ മതഭക്തരേക്കാൾ എത്രയോ ഈ ലോകത്തെ രക്ഷിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഓടി വരുന്നത്. കാരണം അത് പെരുകണമെന്നാണ്. ഇത് പോരാട്ടോ, ഇനിയും പെരുകണം. കാരണം എന്നാലേ ഈ ലോകം രക്ഷപ്പെടുകയുള്ളൂ. എല്ലാ മതങ്ങളെയും ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ മോദിയൊക്കെ ചരിത്രം വ്യാജമായിട്ടൊക്കെ പറഞ്ഞ് സയൻസിനൊക്കെ ഇങ്ങനെ നിരാകരിച്ച് എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് പറഞ്ഞു കൂട്ടണേ. നമുക്ക് തോന്നുന്നു ഇവർക്കെന്താ സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലേ? ഞാൻ ഇപ്പോൾ വിഷയത്തിലേക്ക് കടക്കാം. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ആൻഡ്രോസെൻട്രിക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ഫെമിനിസം ക്ലാസ്സുകൾ കുറേ എടുത്തിട്ടുണ്ട്. എം എ കുട്ടികൾക്ക്, PG കുട്ടികൾക്കൊക്കെ എടുത്തിട്ടുള്ളതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് പാട്രിയാർക്കി അല്ലെങ്കിൽ ആൻഡ്രോസെൻട്രിസം, അല്ലെങ്കിൽ നിങ്ങൾ തന്ന ആൺ മേധാവിത്വം, ആണധികാരം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറെ കാലമുണ്ടായി. ഒരു പുസ്തകം വളരെ ശ്രദ്ധയാർജിച്ച ഒരു രാഹുൽ സാംകൃതിയായൻ, അദ്ദേഹത്തിൻ്റെ വോൾഗ മുതൽ ഗംഗ വരെ എന്ന് പറഞ്ഞ് ചരിത്രപരമായിട്ടാണെങ്കിൽ ഒരു നോവൽ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അതിലാദ്യം അദ്ദേഹം പറയുന്നത് മാട്രിയാർക്കി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. കാരണം അന്ന് ഒരു താമസിക്കുന്ന സ്ട്രക്ചേർഡ് സൊസൈറ്റി ആയിട്ടില്ല. ഇവർ നായാട്ടുകാരാണ്, മനുഷ്യരൊക്കെ നായാട്ടുകാരാണ്. അപ്പോൾ കൃഷിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടി പിറക്കുക എന്നുള്ളത്, ഇവർ നായാട്ടമൊക്കെ കഴിഞ്ഞു വന്നു രാത്രി ക്ഷീണത്തിൽ ഏത് സ്ത്രീയുടെ അടുത്താണോ വന്നു കിടന്നത് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ ഗർഭിണിയാകുന്നു, ആ സ്ത്രീ പ്രസവിക്കുന്നു. ആ കുട്ടിക്ക് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ, ഇതാണ് എൻ്റെ അമ്മ. അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ ഈ സ്ത്രീക്ക് പോലും അറിയില്ല. ആരാ അടുത്ത് വന്ന് കിടന്നതെന്നുള്ളത്, എപ്പോഴാണ് ഗർഭിണിയായി എന്നുള്ളത് സ്ത്രീക്ക് അറിയില്ല.
കാരണം ഒരു സ്ട്രക്ചേർഡ് ലൈഫ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് മാട്രിയാർക്കി വന്നത്. അമ്മ മാത്രമേ ഉള്ളൂ. ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ അമ്മ ആരാണെന്നറിയാം. ഈ അമ്മയാണ് എന്നെ പ്രസവിച്ചത്, എന്നെ നോക്കിയത് എന്നറിയാം. പക്ഷെ അച്ഛൻ ആരാണെന്ന് അറിയില്ല, അമ്മയ്ക്കും ചൂണ്ടിക്കാണിക്കാൻ അറിയില്ല. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് സെറ്റിൽഡ് ലൈഫ് വന്നപ്പോഴാണ് മാട്രിയാർക്കിയൊക്കെ പോയി പിന്നെ പാട്രിയാർക്കി ഭരണം തുടങ്ങി. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ അനധികാരം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരാണ് നിയമങ്ങളുണ്ടാക്കിയത്? പുരുഷൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്തി എന്ന് പറയാൻ ഒരു സ്ത്രീലിംഗം പോലും ഇല്ല. അപ്പോൾ ആരാണ് നിയമമുണ്ടാക്കിയത്? പുരുഷൻ. ആരാണ് ഭാഷയുണ്ടാക്കിയത്? പുരുഷൻ. അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. മനുഷ്യത്തി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഒരിക്കൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ക്യൂവിലൊക്കെ നിൽക്കണ ഒരു സംഭാഷണം വന്നപ്പോൾ എന്തിനാ എല്ലാ നേരവും ഈ സ്ത്രീയെ ക്യൂവിൽ നിർത്തിയില്ല, സ്ത്രീനെ മാറ്റി നിർത്തിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണേന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ ഇങ്ങനെ ദൂരെ പോകുമ്പോൾ വിരൽ ചൂണ്ടിയിട്ട് അതാ പോകുന്ന ഒരു മനുഷ്യൻ എന്ന് സമൂഹം പറയാൻ തുടങ്ങുന്നോ അന്ന് ഞാൻ ഈ വേർതിരിവ് നിർത്താമെന്ന്. പറയുമോ നമ്മൾ? ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ നമ്മൾ എടുത്തു പറയും, ദേ ഒരു സ്ത്രീ പോയി അതിലേ എന്ന് പറയും. പത്രത്തിലൊക്കെ വാർത്ത വരുമ്പോൾ എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ അക്കൂട്ടത്തിൽ 2 സ്ത്രീകളും കൂടി ഉണ്ടായിരുന്നു. ഏതെങ്കിലും കവർച്ചാ സംഘമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയും അതിൽ 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അതെന്തേ ബാക്കിയുള്ളവരൊക്കെ ഉള്ളതുപോലെ ഇവരും മനുഷ്യർ തന്നെയല്ലേ? ഇപ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ സ്ത്രീകളും കൊലപാതകം ചെയ്തു തുടങ്ങി, കവർച്ച ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, സമ്മതിക്കുക തന്നെ വേണം. പക്ഷേ 2 സ്ത്രീകൾ ചെയ്യുമ്പോൾ 8 പുരുഷന്മാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയില്ല. അത് ആ ഒരു വേർതിരിവ് എപ്പോഴും ആ മനസ്സിൽ നിൽക്കുന്നത് അതാണ്. പുരുഷൻ ഉണ്ടാക്കിയ നിയമം, പുരുഷൻ സൃഷ്ടിച്ച ഭാഷ, പുരുഷൻ സൃഷ്ടിച്ച ദൈവം പോലും മനുഷ്യൻ സൃഷ്ടിച്ചതാണല്ലോ. ഒരു കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാവശ്യത്തിന് ഒരു ദൈവം അല്ലെങ്കിൽ മതം, ആരാണത്? മനുഷ്യൻ സൃഷ്ടിച്ചതെന്ന് പറയാം, പക്ഷേ എടുത്തു പറയണം പുരുഷൻ സൃഷ്ടിച്ച മതം, പുരുഷൻ സൃഷ്ടിച്ച സമൂഹം, പുരുഷൻ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ വിവാഹം, ഫാമിലി, കുടുംബം, ഇതൊക്കെ ഹ്യൂമൻ കൺസ്ട്രക്റ്റാണ്. എല്ലാം മനുഷ്യനാണ് ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു പറയേണ്ട ഒരു ഗതികേട് വരെയാണ് പുരുഷനെന്ന്. അതാണ് സ്ത്രീകൾ പറഞ്ഞത്, ഈ ഭാഷ കൊണ്ട് ഞങ്ങളുടെ വികാരങ്ങൾ ഞങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന്. അതിന് പറ്റിയ വാക്ക് കാണാനില്ല ഭാഷയിൽ. ഒരു സ്ത്രീക്ക് മെൻസസ് ടൈമിലുണ്ടാകുന്ന പരാക്രമങ്ങൾ പറയാൻ ഭാഷയില്ല, ഭാഷ തികയുന്നില്ല, ഭാഷ പോരാ. കാരണം പുരുഷനാണ് ഭാഷ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് പറ്റിയ വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. സ്ത്രീ വിഷമിക്കുകയാണ് പറയാൻ. അതുപോലെ ആ സ്ത്രീയുടെ ഓരോ അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ചതിയുടെ, പ്രയാസത്തിൻ്റെ ഒക്കെ പറയാനായിട്ട് ആ സ്ത്രീക്ക് ഭാഷ പോരാതെ വരുന്നു. അപ്പോൾ ഇതാണ് ഈ പാട്രിയാർക്കിയുടെ പ്രത്യേകത വരുന്നത്. ഇത് ഞാൻ സമൂഹത്തിലെയാണ് ഞാൻ പറയുന്നത്. ഈ മാട്രിയാർക്കിയെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്ന ഒരു സിനിമയാണ് ഒഴിമുറി. നിങ്ങൾ മധുപാൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒഴിമുറി എന്ന് പറഞ്ഞ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരുണ്ട്, 2-3 പേരുണ്ട്. അതിൽ തുടക്കത്തിൽ മാട്രിയാർക്കിയാണ്, അതിൽ മാട്രിയാർക്കിയുടെ ദോഷമാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ പിന്നീട് വരുന്നത് പാട്രിയാർക്കിയാണ്. മകനായിട്ടുള്ള ലാൽ കല്യാണം കഴിക്കുന്നത്, എനിക്ക് മാട്രിയാർക്കിയിലെ പെണ്ണ് വേണ്ട, എനിക്ക് പാട്രിയാർക്കി ഫോളോ ചെയ്യുന്ന ആണധികാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പെണ്ണ് മതി എന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്ന. ആ 2 ഭാഗം ഞാനത് വിവരിക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ പാട്രിയാർക്കിയെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ വിഷമിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, പുരുഷന്മാർ അധികാരം പ്രയോഗിക്കുന്നത് സ്ത്രീകളുടെ ചെലവിലാണ്, അല്ലെങ്കിൽ അവർ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അറ്റ് ദി എക്സ്പെൻസ് ഓഫ് വിമൻ. സ്ത്രീയുടെ ചെലവിൽ പുരുഷൻ ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. സ്ത്രീക്ക് കൊടുക്കേണ്ടത് സ്ത്രീക്കും കൊടുത്ത് പുരുഷന് കിട്ടേണ്ടത് പുരുഷനും കിട്ടിയിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമായി മാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ നമുക്കറിയാലോ ആർക്കാണ് അധികാരം എന്ന്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ചോദ്യോത്തരവേളയിൽ പറയാം, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാം നമുക്ക്. എന്നാലും പൊതുവെ നമ്മൾ പറയുമ്പോൾ, പൊതുവെ ഒരു കുടുംബം എടുത്താൽ ആണാണ്. എന്താണ് കേന്ദ്ര ബോർഡ്
അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പിള്ളേർ വിളിക്കുമല്ലോ, പിള്ളേർ അപ്പനെയൊക്കെ വിളിക്കുക, കേന്ദ്രം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ പേരുകൾ വിളിക്കുന്നത് വെച്ചാൽ അധികാരം ആളുടെ കയ്യിലാണെന്നുള്ളതിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സ്ത്രീകൾക്ക് സൗകര്യമായി നിയമങ്ങളൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമല്ലേ? അതാണല്ലോ ഇപ്പോഴത്തെ ചിന്ത. എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമല്ലേ? അങ്ങനെ ആക്കിയല്ലോ. ഇപ്പോൾ പുരുഷന്മാർക്ക് കുറേ വിഷമങ്ങളുണ്ട്. എന്ത് പറഞ്ഞാലും സ്ത്രീക്ക് അനുകൂലമായി നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു. പക്ഷെ ആ സ്ത്രീക്ക് അനുകൂലമായ നിയമങ്ങളും ചിലർ അത് ഉപയോഗിക്കുന്നു, അധികം പേരും അത് ഉപയോഗിക്കുന്നില്ല. സ്ത്രീകൾ തന്നെ അവർക്കനുകൂലമായ നിയമങ്ങളുടെ അജ്ഞത മൂലവും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കഴിവ് കേടുകൊണ്ടോ അവരുടെ അസൗകര്യങ്ങൾ കൊണ്ടോ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ചിലർ അത് മോശമായി ഉപയോഗിക്കുന്നു, അത് ദുരുപയോഗം ചെയ്യുന്നു. ചില ഒരുമ്പെട്ട സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അപ്പം അതാണ് പ്രശ്നം. ഒരു നല്ല നിയമം ഉണ്ടാക്കി സ്ത്രീകളെ ഒന്ന് രക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമങ്ങൾ ദുരുപയോഗിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അപ്പോൾ ആ നിയമം അസ്ഥാനത്തായി. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകളുമുണ്ട്. ഇതാണ് സൊസൈറ്റിയുടെ ഒരു ചിത്രം. അപ്പോൾ വെർജീനിയ വുൾഫൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വരിയാണ്, കിൽ ദി ഏഞ്ചൽ ഇൻ യു ഓർ എൽസ് ദി ഏഞ്ചൽ വിൽ കിൽ യു. സ്ത്രീകളോട് പറഞ്ഞതാ, നിങ്ങളിലൊരു മാലാഖയുണ്ട്, ആ മാലാഖയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊന്നുകളഞ്ഞോളൂ, ഇല്ലെങ്കിൽ ആ മാലാഖ നിങ്ങളെ കൊല്ലുമെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് ഓരോ സ്ത്രീയെയും നോക്കിയിട്ട് പറയും, നീ ഒരു കന്യകാമറിയമല്ലേ, അല്ലെങ്കിൽ നീ ഒരു സീതാദേവിയല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കുറേ പുണ്യപ്പെട്ട പേരെ വെച്ചിട്ട് അങ്ങനെ നീ അത്ര നല്ലവളല്ലേ എന്ന് പറയുന്നത് എന്തിനാണ്? നീ ഒരു ഏഞ്ചലാണെന്ന് പറയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പിന്നെ അവളുടെ വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കില്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീ ചെയ്യേണ്ടത് അവളിലെ ഏഞ്ചലിനെ, ആ ഒരു സമൂഹം പറയുന്ന നീ ക്ഷമിക്കുക, നീ സഹിക്കുക, നീ സഹിക്കാൻ ജനിച്ചതല്ലേ, നീ സ്ത്രീയല്ലേ എന്ന് പറയുന്ന ആ ഏഞ്ചൽ ഭാവത്തെ അവൾ കൊന്നുകളയണം. അല്ലെങ്കിൽ അവസാനം ആ ഏഞ്ചൽ നിന്നെ കൊല്ലും. കാരണം അടിമയായി നിന്ന് അങ്ങനെ തന്നെ മരിച്ചു പോവും. അപ്പോൾ ആ അടിമത്വം, അല്ലെങ്കിൽ ആ നീ ഏഞ്ചലാണെന്ന് പറഞ്ഞ് നിന്നെ പറ്റിക്കുന്ന ആ ഒരു ഭാവം നിന്നെ കൊന്നുകളയുന്നു. അതുകൊണ്ട് നീ ആ ഏഞ്ചലിനെ കൊന്നുകളയാൻ, കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. പുരുഷന്മാർക്കുള്ള പോലെ ഉള്ള അതേ വീക്ക്നെസ് സ്ത്രീകൾക്കും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വിഷമം വരുമ്പോൾ ഒന്ന് കരഞ്ഞോ, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടോ, അതെല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു നോർമലായിട്ട് നമ്മൾ ഇമോഷൻസ് പ്രകടിപ്പിച്ച് ജീവിച്ചാൽ നിങ്ങൾ നോർമലായി ജീവിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചത്തുപോകും. കാരണം നിങ്ങളിലെ ഏഞ്ചൽ നിങ്ങളെ കൊന്നുകളയുമെന്ന്. അതിൻ്റെ അർത്ഥത്തിലെടുക്കണം കേട്ടോ. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലൊരു മാലാഖയുണ്ട്, അതിനെ കൊന്നുകളയണം, അപ്പോൾ പിശാചു വരില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ അർത്ഥത്തിലൊന്നും എടുക്കരുത്. ഇത് സിംബോളിക്കായിട്ട് എടുക്കേണ്ടതാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞ് ഇങ്ങനെ സ്ത്രീകൾ വന്നാൽ സ്ത്രീകളുടെ അവകാശം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പുരുഷന്മാർക്ക് ദേഷ്യവും വരിക. അങ്ങനെ ഇതൊരു കലാപത്തിൻ്റെ സ്ഥിതി വന്നപ്പോഴാണ് അമേരിക്കൻ ഒരു ഐഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ തിയറിസ്റ്റായിട്ടുള്ള ജൂഡിത്ത് ബട്ട്ലർ പറഞ്ഞത് ജെൻഡർ തിയറി എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നത്. അവൾ പറയുന്നത് പുരുഷൻ സ്ത്രീ എന്നുള്ളത് ശാരീരികമായ ബയോളജിക്കലി ഉള്ള ഡിഫറൻസ് നിങ്ങൾ മറന്നു കളഞ്ഞു. സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് മെയിൽ ഫീമെയിൽ എന്ന് എഴുതും. പക്ഷെ സെക്സ് മറന്നിട്ട് ജെൻഡർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വ്യത്യാസമായി. ജെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ്, അത് ഒരു ഹ്യൂമൻ കൺസ്ട്രക്റ്റ്, മനുഷ്യനിർമ്മിതിയായിട്ട് ഒരു സ്ത്രീ ഇന്ന ജോലികളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് സമൂഹത്തിൽ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെയാണോ? അല്ലല്ലോ. ഇന്ന് സ്ത്രീ ഫ്ലൈറ്റ് വരെ ഓടിപ്പിക്കുന്നു, പൈലറ്റിൻ്റെ ജോലി വരെ ഒരു സ്ത്രീ ചെയ്യുന്നു. പിന്നെ പുരുഷന്മാർ കടന്നെത്താത്ത, ഇപ്പോൾ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ പെൺകുട്ടി എൻ്റെ ഒരു സ്നേഹിതയായി മാറി അവൾ. അപ്പോൾ അതൊക്കെ ആഴക്കടലിലൊക്കെ പോവുക ഒരു പെണ്ണ് തന്നെ. അവൾക്ക് ജീവിതം നിവൃത്തിയില്ലാണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ തുടങ്ങിയതാണ്.
ഒരു വഞ്ചിയുണ്ട്, ഹസ്ബൻഡിന് പോകാൻ പറ്റാത്ത സമയത്ത് അവൾ പോയി തുടങ്ങി, ആഴക്കടലിൽ വരെ പോയി. അതിൻ്റെ അനുഭവങ്ങളൊക്കെ അവൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ന ജോലികളാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്, ഇന്ന ജോലികൾ പുരുഷന്മാർക്ക് എന്ന് വേർതിരിക്കാൻ പറ്റാത്ത ലെവലിൽ ജെൻഡർ തിയറിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആർക്കാണ് എന്തിനാണ് കഴിവനുസരിച്ച് ആ ജോലി ചെയ്യട്ടെ, അതിൽ ആൺ പെൺ വ്യത്യാസം വേണ്ട. അതായത് സമൂഹം ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്നതൊക്കെ അവർ ജന്മനാൽ അങ്ങനെയല്ല. ഒരു പുരുഷനായിട്ട് ജനിച്ചപ്പോൾ പുരുഷൻ ഇന്നൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ജന്മനാലുള്ളതല്ല, സൊസൈറ്റി ഉണ്ടാക്കിയതാണ്. മനുഷ്യനാണ് പറഞ്ഞത് പുരുഷൻ ഇങ്ങനെ ആവണം, സ്ത്രീ ഇങ്ങനെ ആവണം എന്ന്. ഹ്യൂമൻ കൺസ്ട്രക്റ്റായിട്ട് മനുഷ്യനുണ്ടാക്കിയത്. അതിൽ മാറ്റം വരുത്താം. ജനിച്ചത് മാറ്റം വരുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബയോളജിക്കലി ഒരു സ്ത്രീയായിട്ടും പുരുഷനായിട്ടും കാണപ്പെടുന്നു. അതിലും ഇപ്പം നിങ്ങളുടെ തിയറി പ്രകാരം അതൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഒരാൾക്ക് 12 വിരൽ വരുമ്പോൾ നമ്മളത് ഓപ്പറേറ്റ് ചെയ്തിട്ട് 10 വിരലാക്കി മാറ്റണു എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടല്ലോ. എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ? കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സമയം മാറ്റണോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സഭയിലേക്ക് വരാം. അപ്പോൾ ഇത് സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു വേർതിരിവ്. അതിനെ മാറ്റാനുള്ള കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, കുറേയേറെയൊക്കെ വിജയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ അതിനേക്കാൾ വേഴ്സ്റ്റാണ് ഞാൻ പറയാണ്, പാട്രിയാർക്കി എന്ന് പറഞ്ഞത് സൊസൈറ്റിയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നം തിരുസഭയിലാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടും. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ തിരുസഭ പറയുന്നത് അവർ ജീസസ്, ബൈബിൾ അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് മതമുണ്ടാക്കിയതെന്ന് പറയണു. പക്ഷെ സത്യത്തിൽ ഇപ്പോൾ ജീസസ് എവിടേക്ക് എടുക്കണു, ബൈബിൾ എവിടേക്ക് എടുക്കണു, മതം എവിടേക്ക് എടുക്കണു? ഞാൻ ഒരു ലേഖനം എഴുതിയതാണ്, ദൈവം ഇറങ്ങിപ്പോയ സഭ എന്ന്. അപ്പോൾ അത് നമ്മുടെ കലാകൗമുദിയല്ല, മലയാളം വാരികയിൽ ചട്ടയിൽ അത് അച്ചടിച്ചു വന്നു അപ്രാവശ്യം. ദൈവം ഇറങ്ങിപ്പോയ സഭ എന്നായിരുന്നു അന്നത്തെ മലയാളം വാരികയുടെ ചട്ടയിൽ തന്നെ അതാ കൊടുത്തത്. കാരണം അതൊരു വലിയ സത്യമാണ്. ദൈവമൊക്കെ ഉണ്ടോ ഇപ്പോൾ അവിടെ? എപ്പോഴേ ഇറങ്ങിപ്പോയി. മാമോനെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല എന്ന് ജീസസ് തന്നെ പറഞ്ഞിട്ടുള്ളതാ, ഈശോ പറഞ്ഞിട്ടുള്ളതാ. മാമോൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് വെൽത്താണ്, സമ്പത്തിൻ്റെ ദൈവം. ഇപ്പം എന്താണ് കത്തോലിക്ക സഭയിൽ? ആരാ ദൈവം? സമ്പത്ത് തന്നെയാണ് ദൈവം. സമ്പത്തുണ്ട്, അതിനോട് ചേർന്ന് അധികാരം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കുള്ള ദൈവമൊക്കെ ഇറങ്ങിപ്പോയി. ദൈവമോ അല്ലെങ്കിൽ ജീസസോ അല്ലെങ്കിൽ നന്മയോ, എന്ത് നന്മയാണോ ഉദ്ദേശിച്ചത് അതൊക്കെ എപ്പോഴേ കൊഴിഞ്ഞുപോയി. അതാണ് ദൈവം ഇറങ്ങിപ്പോയ സഭ എന്ന് ഞാൻ ഒരു ലേഖനം എഴുതിയത്. ഇപ്പോൾ ജീസസിൻ്റെ കാലത്ത് ജീസസിന് സ്ത്രീകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയായിരുന്നു? സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്നോ? അകറ്റി നിർത്തിയിരുന്നോ? ഇല്ല. എല്ലായിടത്തും നമുക്ക് പിന്നാലെ നടക്കുന്നൊക്കെ സ്ത്രീകൾ. അതുപോലെ തന്നെ ആദ്യം തന്നെ ഞാൻ മിശിഹായാണെന്നൊക്കെ പറയുന്നതൊക്കെ ആ കിണറ്റിൻകരയിൽ വന്ന ശമരിയക്കാരി സ്ത്രീയോടാണ്. പലർക്കും ആ സ്നേഹത്തിലൂടെ നന്മ വെളിപ്പെടുത്തി കൊടുത്തത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളെയാണ് ചേർത്ത് പിടിച്ചത്. മഗ്ദലന മറിയത്തിൻ്റെ കാര്യമൊക്കെ അറിയാലോ. അവസാനം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന കാര്യം തന്നെ ആദ്യം കാണപ്പെടുന്നത് സ്വന്തം അമ്മയായ മാതാവിൻ്റെ അടുത്തേക്കൊന്നുമല്ല പോയത്, മഗ്ദലന മറിയാണ് കാണുന്നത്. ഇപ്പോൾ ഈവൻ അമ്മയെക്കാളും കൂടി സ്ത്രീകളെ സ്നേഹിച്ച, അവരെ ഒരുമിപ്പിച്ച് ചേർത്ത ആളാണ് ജീസസ്. പക്ഷേ ഇന്നത്തെ കത്തോലിക്ക സഭയിലോ സ്ത്രീകൾക്ക് എന്തുമാത്രം സ്ഥാനമുണ്ട്? അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. അതിനാണ് ആ സമയത്താണ് ഈ ഡാവിഞ്ചി കോഡ് വന്നത്. ഡാവിഞ്ചി കോഡ് പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ ചെയ്തവരിതിലുണ്ടോ? ഡാവിഞ്ചി കോഡ് ഉണ്ട്. പുസ്തകമാണോ വായിച്ചേ? സിനിമ കണ്ടു. സിനിമ പുസ്തകത്തിൻ്റെ അത്ര നന്നായിട്ടില്ല എന്നൊരു വാർത്തയുണ്ട്. ഞാൻ മുഴുവനും കണ്ടില്ല, ഇടയ്ക്ക് ഓടിച്ചു. പക്ഷേ പുസ്തകം ഞാൻ വായിച്ചതാണ്. അതിൽ സ്ത്രീകളെ വളരെയേറെ സ്നേഹിച്ച ഒരു ജീസസിനെയാണ് ഈ ഡാവിഞ്ചി കോഡിലൂടെ പറയുന്നത്. ആ ശിഷ്യന്മാർ 12 ശിഷ്യന്മാരും
ലാസ്റ്റ് സപ്പർ, ഒടുവിലത്തെ അത്താഴം എന്നുള്ളൊരു സംഭവം വിവരിക്കുന്നില്ലേ? അവിടെ ജോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന വിശുദ്ധ യോഹന്നാൻ എന്ന് പറഞ്ഞ ഡിസൈപ്പിള് മുടിയൊക്കെ വളർത്തിയിട്ട്, മുടിയൊക്കെ നീട്ടി വളർത്തി പെണ്ണിൻ്റെ ചായ. അത് ആ പടം നോക്കിയാലറിയാം, നിങ്ങൾ ആ ഒടുവിലത്തെ അത്താഴത്തിലെ പടം. അപ്പം അത് ഈ ഡാവിഞ്ചി കോഡിൽ പറയുന്നത് അത് മഗ്ദലന മറിയമാണെന്നാണ്. അപ്പം അവിടെ വലിയൊരു സംഭവമാണ് പറയുന്നത്. അതായത് 12 ശിഷ്യന്മാരിൽ ഒരുവളായിട്ട് മഗ്ദലന മറിയത്തെ കയറ്റിയിരുന്നു എന്ന്. അപ്പോൾ ജീസസ് വിളിച്ചു കൂട്ടിയ ശിഷ്യന്മാരിൽ ഒരാൾ സ്ത്രീയായിരുന്നു എന്നാണ് ഡാവിഞ്ചി കോഡ് പറയുന്നത്. അത് കഥയല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പിന്നീടും ചരിത്രത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത കാര്യം സഭ അടിച്ചമർത്തി. ആരെങ്കിലും അതേക്കുറിച്ച് പറഞ്ഞാൽ അവരെയൊക്കെ കൊന്നുകളഞ്ഞു. അതുപോലും പുണ്യമാണെന്നാണ് അവർ തീരുമാനിച്ചത്. ഇങ്ങനെ സ്ത്രീകളെ ഈശോ സ്നേഹിച്ചിരുന്നു, സ്ഥാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞവരെ വരെ അവർ കൊല്ലാനായിട്ട് കുറച്ച് കർദിനാളന്മാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കർദിനാളന്മാരുടെ വിചാരം അവർ പുണ്യാണ് ചെയ്യണമെന്നാണ്. സ്ത്രീകൾക്ക് സ്ഥാനം തിരുസഭയിൽ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ജീസസ് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് പോലും അവർക്ക് അസഹ്യമായിരുന്നു. അങ്ങനെയുള്ളവരെ കൊന്നുകളയുകയും അതിൻ്റെ എല്ലാ അടയാളങ്ങളും തകർത്ത് കളയുകയും ചെയ്യുകയായിരുന്നു. അതാണല്ലോ ഇപ്പോൾ കാണുന്ന ഉണങ്ങി വരേണ്ട തിരുസഭ, സ്ത്രീകളില്ലാത്ത, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കാത്ത തിരുസഭ. ഇതിനൊക്കെ ഒരു കാരണം സെയിൻറ്റ് പോള് അദ്ദേഹത്തിന് ഉണ്ടായൊരു അനുഭവമൊക്കെ നിങ്ങൾ ബൈബിളിൽ വായിച്ചും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അദ്ദേഹം ഈസ്റ്റേൺ ചർച്ചിനെ പിടിച്ച് വെസ്റ്റേൺ ആക്കിയ പോലെ ആക്കുകയാണ് ചെയ്തത്. അവിടെയാണ് സ്ത്രീവിരുദ്ധമായ പല പരാമർശങ്ങളും അതിൽ പറയുന്നുണ്ട്. സ്ത്രീകൾ തല മൂടി നടക്കണം. നമ്മുടെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകളൊക്കെ നടക്കുന്നത് അതിൻ പ്രകാരമായിരിക്കണം. ഓൾഡ് ടെസ്റ്റമെൻറ്റ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകളൊക്കെ തല മൂടി നടക്കണം, അവർ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ സെയിൻറ്റ് പോൾ പറഞ്ഞതിന് പ്രകാരം മഹാ തെറ്റാണ്. മൈക്ക് പിടിച്ച ഒരു സ്ത്രീ സംസാരിക്കുകയാണ്, അത് പാടില്ല എന്നാണ് ആൾ എടുത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു വലിയ കാരണം സെയിൻറ്റ് പോളാണ്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇതൊരു സ്റ്റേറ്റ് റിലിജനാക്കി മാറ്റിയതോടുകൂടി, രാജ്യത്തിൻ്റെ മതമാക്കിയതോടുകൂടി ധൂർത്തും സുഖലോലുപതയും എല്ലാ മതത്തിലേക്ക് കടന്നു വന്നു. മതത്തിൻ്റെ അധപ്പതനം അന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ ഒരു ഷോക്ക് എനിക്കുണ്ടായത്, ഞാനിങ്ങനെ മഠത്തിൽ വെച്ച് ഇടയ്ക്കെങ്കിലും എന്താ മദറെ ആ സിസ്റ്ററെ പറഞ്ഞ് വീട്ടിലേക്ക് വിടാതിരുന്നത്, എൻ്റെ മദറെ ആ സിസ്റ്റർക്ക് ഇന്ന ആനുകൂല്യം കൊടുക്കാത്തത് എന്നൊക്കെ ഞാൻ ചോദിച്ച്, അങ്ങനെ ചോദിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ മദർ എന്നോടൊരു കാര്യം പറഞ്ഞു. ജസ്മിക്ക് അറിയില്ലേ, നമ്മുടെ മതം ഹൈറാർക്കിക്കലാണ്, ഡെമോക്രാറ്റിക്കലല്ല. ഡെമോക്രസി ജനാധിപത്യപരമല്ല, ഹൈറാർക്കിയാണ് നമ്മുടെ മതം. എനിക്കതൊരു ഷോക്കായിരുന്നു. ഹൈറാർക്കിയാണ്, ജനാധിപത്യപരമല്ല എന്ന്. അപ്പോൾ കത്തോലിക്ക സഭ ജനാധിപത്യപരമല്ല എന്നുള്ള വാർത്ത ഞാനപ്പോൾ ഞെട്ടലോടെയാണ് അറിഞ്ഞത്. ശരിയല്ലേ, മാർപ്പാപ്പ ഒരു പിരമിഡ് സ്ട്രക്ചറാണ്. ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, അത് കഴിഞ്ഞിട്ട് കർദിനാൾമാർ, അത് കഴിഞ്ഞിട്ട് ബിഷപ്പുമാർ, അത് കഴിഞ്ഞിട്ട് അച്ഛന്മാർ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കന്യാസ്ത്രീകളായിക്കോട്ടെ. അങ്ങനെ അതിൻ്റെ നിര. നമ്മളൊരു പ്രൊസഷൻ പോകുമ്പോൾ വരെ അനൗൺസ് ചെയ്യും, മുൻപിൽ ബിഷപ്പ് നടക്കുന്നു, അതിൻ്റെ പുറകിൽ ബാക്കിയുള്ള വൈദികർ നടക്കുന്നു, അതിൻ്റെ പുറകിൽ കന്യാസ്ത്രീകൾ, അതിൻ്റെ പുറകിൽ സ്ത്രീകൾ, അതിൻ്റെ പുറകിൽ കുട്ടികൾ. ഇങ്ങനെയൊക്കെയാണ് അനൗൺസ്മെൻറ്റ് തന്നെ. ആ ഹൈറാർക്കി, ഈ ഹൈറാർക്കിയും വരുമ്പോൾ, ഡെമോക്രസി ഇല്ലാതെയാകുമ്പോൾ അതിലെന്ത് തെറ്റും നുഴഞ്ഞു കയറാം. ജനാധിപത്യപരമല്ലാത്ത ഏത് സ്ട്രക്ചറും പ്രശ്നമാണ്. നമ്മളിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വരുന്ന പ്രശ്നം ഇതാണ്, ജനാധിപത്യം പോവുകയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ഹൈറാർക്കി വരുമ്പോൾ ഉടനെ പ്രശ്നങ്ങളായി. ജനാധിപത്യപരമായതല്ല, ഡെമോക്രാറ്റിക് അല്ല എന്ന് വന്നാൽ നമുക്ക് അധപ്പതനം ആരംഭിച്ചു എന്നർത്ഥം. ഇപ്പോൾ ചിലർ പറയും അതുകൊണ്ടാണ് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത്, ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണ്. ഡെമോക്രസി ആയിരുന്നെങ്കിൽ അത് പാപ്പരായി പോയേനെ. മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി കത്തോലിക്ക സഭ നിലനിൽക്കുന്നത് ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ അസൂയയാണ് മറ്റ് മതക്കാർക്ക് എന്നുവരെ പറഞ്ഞ് നടക്കുന്ന
ചില ആളുകളുണ്ട്, പക്ഷേ എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഇനി പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കൂദാശകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, സാക്രമെൻറ്റ്സ് 7 കൂദാശകളാണുള്ളത്. എത്ര അതറിയുമോ നിങ്ങൾക്ക്? ഏതൊക്കെയാണ് കൂദാശകൾ എന്ന്? ഇതിൽ ആരെങ്കിലുമൊക്കെ കത്തോലിക്കരുണ്ടെങ്കിൽ അറിയുമല്ലോ. 7 കൂദാശകളൊന്ന് പറയാൻ കിട്ടുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ മതി. പറയണമെന്ന് ഞാൻ പറയണില്ല. 7 കൂദാശകൾ അറിയാം. ആ 7 കൂദാശകളിൽ മാമോദീസ കുറേ കഴിഞ്ഞപ്പോൾ വീട്ടുമാമോദീസയും കൊടുക്കാം എന്നൊരു നിയമം വന്നു. അതൊരു ജനാധിപത്യപരമായ ആ കൂദാശയ്ക്ക് മാത്രം ഒരു ഇളവ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി അസുഖമായി, അത് മരിച്ചു പോവുള്ളൂ എന്ന് മനസ്സിലായാൽ ആ സമയത്ത് ആ വീട്ടിലുള്ള, അപ്പോഴും പുരുഷാധിപത്യമുണ്ട്, ആ വീട്ടിലുള്ള കാർന്നവർക്ക് അവിടെ വീട്ടുമാമോദീസ കൊടുക്കാം. ഒരു ഹോളി വാട്ടർ എടുത്തിട്ട് കുരിശാകൃതിയിൽ ആ കുട്ടിയുടെ മേൽ കേട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു അല്ലെങ്കിൽ ജ്ഞാനസ്നാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മെമ്പർഷിപ്പ് കിട്ടി, സ്വർഗത്തിലേക്കുള്ള മെമ്പർഷിപ്പ് കിട്ടി, തിരുസഭയിലേക്കുള്ള മെമ്പർഷിപ്പ് കിട്ടി. അത് മരിച്ചാലും മാമോദീസ കിട്ടി എന്നുള്ള ആ ഒരൊറ്റ കാരണത്താൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ആ കൂദാശയ്ക്ക് ഒരു ചെറിയ അനുവാദം അത്യാവശ്യ സന്ദർഭങ്ങളിൽ വീട്ടുമാമോദീസ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ജ്ഞാനസ്നാനമുണ്ട്. അത് അങ്ങനെ നമുക്കൊന്നും അനുവാദം അല്ല. ജ്ഞാനസ്നാനം കഴിഞ്ഞ് സ്ഥൈര്യലേപനമുണ്ട്. അത് നമുക്കൊന്നും അനുവാദമില്ല. അത് അച്ഛന്മാരുടെ കുത്തകയാണ്. പിന്നെ കുമ്പസാരം ആരുടെയാണ്? അച്ഛന്മാരുടെ, പുരുഷന്മാരുടെ കുത്തകയാണ്. പിന്നെ വിശുദ്ധ കുർബാന തീർച്ചയായും അത് പുരുഷന്മാർ തന്നെ. ഒരു കന്യാസ്ത്രീ ചിന്തിക്കുക പോലും വേണ്ട. ഈ വിശുദ്ധ കുർബാനയുടെ കാര്യം വേറെ സ്ഥലങ്ങളിൽ, വേറെ സഭകളിൽ, കത്തോലിക്ക സഭ അല്ലാത്ത സഭകളിൽ സിസ്റ്റേഴ്സിന് ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് അനുവാദം കൊടുത്ത സഭകളുണ്ട്. അപ്പോൾ കളിയാക്കിയിട്ട് പറയും, സ്ത്രീകൾ കയറിയിട്ട് മണി കിലിക്കണതിന് പകരം കയ്യിൽ കുപ്പിവള ഇട്ടിട്ട് ഇങ്ങനെ കൈ കിലിക്കാൻ മതി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കലാണ്. കാരണം അത് ശരിയല്ല, അതൊന്നും കൂദാശയല്ല എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ 1000 കന്യാസ്ത്രീകൾ ഒന്നിച്ചു കൂടിയാലും ഒരു കുർബാന അർപ്പിക്കാൻ അവർക്ക് പറ്റില്ല. അതിനൊരച്ഛൻ വരണം. അപ്പോൾ അവിടെയാണ് ആ പുരുഷ പ്രാമാണ്യത്വം അല്ലെങ്കിൽ അവരുടെ പരമാധികാരം വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒന്നും അല്ലാണ്ടായി. ഈ കന്യാസ്ത്രീകളൊക്കെ കൂട്ടം കൂടി നിന്ന് 1000 എണ്ണം ഉണ്ട്, ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കണമല്ലോ എന്ന് ഏതെങ്കിലും ആൾക്കാർ വന്ന് പറഞ്ഞാൽ അതിനൊരച്ഛൻ വരണം. ആ അച്ഛനെ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ദുഷ്ടതകൾ പെരുകുന്നതൊക്കെ. അഭയ കേസിൻ്റെ ദിവസം പറയുകയാണ്, ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറയാണ്, അന്ന് അഭയയെ കൊലപാതകം കഴിഞ്ഞു, വ്യഭിചാരം നടന്നിട്ടുണ്ട് ആ മഠത്തിൽ. എന്നിട്ട് കാലത്ത് ആൾക്കാരൊക്കെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് കുർബാന കാണാൻ. അന്ന് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടോ. ഈ 2 അച്ഛന്മാർക്കും അവിടെ എത്താൻ പറ്റിയില്ല വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. ഭാഗ്യം. അന്നത്തെ ദിവസമെങ്കിലും ഒരു കളങ്കമുള്ള കുർബാന ചൊല്ലാതെ ജനം രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ പാപം രാത്രി ചെയ്തിട്ടാണോ ഇവർ വിശുദ്ധ കുർബാനയ്ക്ക് വന്നാൽ ഇവർ വിശുദ്ധരായി. അത് ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ വൈദികൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രകാലം ഞങ്ങൾ കണ്ട കുർബാനയ്ക്ക് വൃഥാവിലായില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ പറയുന്ന ഉത്തരമാണ്, ആ അച്ഛൻ എന്ത് പാപം ചെയ്താലും അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ ആ കുർബാന വാലിഡാണത്ര, ആ കുർബാന വാലിഡാണ് എന്ന് ഞങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കണം. എന്തൊക്കെ പാപം ചെയ്തിട്ട് വന്ന് കുർബാന അർപ്പിച്ചാലും. ഇതൊക്കെയാണ് ഈ അനധികാരം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ തല കുനിച്ച് നിൽക്കുക തന്നെ. വേറെ ഒരു സങ്കടം പറയുന്നത്, ഞങ്ങൾ സിസ്റ്റേഴ്സ് ആവുന്നതിന് ഒരു വലിയ കർമ്മമാണ്. പബ്ലിക്കായിട്ട് ഞങ്ങൾ ഒരു കല്യാണം പോലെയാണ്. അപ്പനും അമ്മയൊക്കെ വന്ന് എല്ലാ പബ്ലിക്കിനൊക്കെ വിളിച്ചു കൂട്ടി വലിയൊരു കർമ്മം പോലെ നടത്തും. 1.5, 2, 3 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന, എല്ലാ ജനവും വന്നുകൂടുന്ന വലിയൊരു കർമ്മം നടത്തിക്കഴിഞ്ഞാൽ അത് ഒരു കൂദാശയല്ല എന്നാണ് ഇവർ ആണധികാരമുള്ള ഈ പള്ളി പറയുന്നത്. അതൊരു കൂദാശയേയല്ല. എന്നാൽ തിരുപ്പട്ടോ, അച്ഛൻ പുരോഹിതനാകുന്ന ആ കർമ്മം, അത് തിരുപ്പട്ടം കൂദാശയാണ്. കൂദാശകളിൽ നമുക്ക് എണ്ണി വരുമ്പോൾ കുർബാന, പിന്നെ അവസാനത്തെ ഒടുക്കത്തെ ഉപ്രശുമ എന്ന് പറയുന്നതിന് വേറൊരു പേര് പറയും, ഇപ്പരോഗി ലേപനം. പക്ഷേ ഏറ്റവും അവസാനം പറയുക വിവാഹം, പിന്നത്തെ തിരുപ്പട്ടം. അപ്പം ഞങ്ങൾ പറയും
അച്ഛന്മാർക്ക് വിവാഹവും ആവാം, തിരുപ്പട്ടവും ആവാം. തിരുപ്പട്ടം കഴിഞ്ഞിട്ട് വിവാഹമോ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് തിരുപ്പട്ടോ, വിവാഹം കഴിഞ്ഞിട്ട് തിരുപ്പട്ടം അനുവദിക്കുന്നതല്ല. അതാണ് 7 കൂദാശകൾ. ഇപ്പോൾ ഞങ്ങൾ കന്യാസ്ത്രീകളാവുന്നതോ കൂദാശയേ അല്ല. ഇവിടെയൊക്കെയാണ് ഈ സ്ത്രീ വിവേചനം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതമൊക്കെ കൊണ്ടുപോയി സമർപ്പിച്ച് ഇത്ര വലിയ പബ്ലിക്കായിട്ട് ഞങ്ങൾ പരിപാടിയൊക്കെ നടത്തി, ഞങ്ങളെല്ലാവരും മുന്നിൽ വെച്ച് മൈക്കിലൂടെ ഞങ്ങൾ വ്രതമൊക്കെ വാഗ്ദാനം ചെയ്തൊക്കെ കഴിഞ്ഞു. പക്ഷേ അത് കൂദാശയല്ല. അപ്പോൾ എന്താണ് കൂദാശ? ഇപ്പം ഞാൻ വിശുദ്ധ കുർബാന കണ്ടിട്ട് 10-16 വർഷമെങ്കിലും ആയിട്ടുണ്ട്, പോവാറില്ല. അമ്മ മരിച്ചിട്ടുള്ള കർമ്മത്തിനും ഞാൻ കർമ്മത്തിനെന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള അവസാനത്തെ കർമ്മത്തിന് ഞാൻ അവിടെ ഇല്ലായി. പക്ഷെ പിറ്റേ ദിവസം വിശുദ്ധ കുർബാന ചൊല്ലിച്ചപ്പോഴൊന്നും ഞാൻ ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ വലിയൊരു വിഷമമുണ്ട്. 41 വിളിച്ചപ്പോഴും കുർബാനയ്ക്ക് ഞാൻ എത്തിയില്ല. പിന്നെ എല്ലാവരും കൂടുന്ന ഭക്ഷണ കർമ്മത്തിൽ ഞാൻ ചെന്നെത്തി. എല്ലാവർക്കും അറിയാം ഞാൻ വരില്ല എന്നും. ഞാൻ ചെന്നിട്ടുമില്ല. ഞാൻ പറയുന്നത് അതൊക്കെ ഒരു നാടകമാണെന്നാണ്. വിശുദ്ധ കുർബാന ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അതൊരു നാടകമാണ്. ഇവർ പറയുന്നു അത് ബൈബിൾ അധിഷ്ഠിതമാണ്. ഈശോ അന്ത്യത്താഴത്തിൽ പറഞ്ഞു, വീഞ്ഞും എടുത്ത് എല്ലാവർക്കും കൊടുത്തു, അപ്പം എടുത്ത് വിഭജിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന്. എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞത്? നിങ്ങളുടെ ഭക്ഷണം എല്ലാവർക്കും പങ്കുവയ്ക്കുകയെന്ന്. അതാണ് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത്. അല്ലാണ്ട് കുപ്പായിട്ട് വന്ന് നാടകം കളിക്കുന്ന ഒരു കുർബാന പോലെ വന്നിട്ട് കുറേ എന്തൊക്കെയോ നാടകം കാണിച്ചു കൂട്ടിയിട്ട് വീഞ്ഞു കൊടുത്ത് ഓസ്തി എടുത്ത് കൊടുത്തിട്ട് അതല്ല ഈശോ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ പണം നിങ്ങൾ ദാനം ചെയ്യൂ, നിങ്ങളെല്ലാവർക്കുമായി പങ്കുവയ്ക്കൂ. ആ പങ്കുവയ്ക്കലാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. അതുപോയി കുളിപ്പിച്ച് കുട്ടിയില്ലാതെ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ചോദ്യം ചോദിക്കും, ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച അച്ഛനെ പുറത്തിറങ്ങി ആരെങ്കിലും രക്തസാക്ഷിയാവാൻ ഒരവസരം കൊടുത്താൽ സന്തോഷത്തോടെ അതെടുക്കുമോ? ഇല്ലല്ലോ. അവർ നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് എല്ലാവരും വന്ന് പാട്ടും പാടി എന്തൊക്കെയോ നാടകവും കളിച്ച് പോകുന്നത് പോലെയല്ലേ? അതല്ലല്ലോ ഈശോ ആഗ്രഹിച്ചത്. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ കറുത്ത വർഗ്ഗ ഒരു നീഗ്രോ പുറത്ത് നിൽക്കുകയാണ്. കാരണം അവനെ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും കുർബാനയ്ക്ക് കയറാൻ പാടില്ല, ആ പള്ളിയിൽ കയറാൻ പാടില്ല. അവൻ കറുത്ത വർഗ്ഗക്കാരനാണല്ലോ. അപ്പോൾ അവൻ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടി അടുത്ത് വന്ന് നിന്നു. അപ്പോൾ എന്താ നീ അകത്ത് കയറാത്തതെന്ന് ഈ നീഗ്രോയോട് ആ അപരിചിതനായ ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കടക്കാൻ പാടില്ല, ഞാൻ നീഗ്രോ അല്ലേ, കറുത്ത വർഗ്ഗക്കാർക്ക് ഇവരുടെ കുർബാനയിൽ ഇവരുടെ പള്ളിയിൽ കടക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, അപ്പം എന്താ നിങ്ങളെന്താ കടക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കും കടക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളാരാ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഈശോ എന്നാണ്. ഈശോയ്ക്കും അകത്ത് കടക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ആയിപ്പോയി. ഈ നടക്കുന്ന കർമ്മങ്ങളിലൊന്നും, ഈശോയുടെ പേരിൽ നടത്തുന്ന ഈ കർമ്മങ്ങളിലൊന്നും ഈശോ ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാക്കുന്ന ഒരു കഥയായി പറഞ്ഞാലും ഇതല്ലേ സത്യം. ഞാൻ എപ്പോഴെങ്കിലും കുർബാനയിൽ ചെന്ന് പെട്ടുപോയാൽ, ഏതെങ്കിലും ഒരു കല്യാണം പ്രമാണിച്ചു, വേറെ ദൂരെയാണ് കല്യാണം, എല്ലാവരും കൂടി വണ്ടിയിൽ പോയി അവിടെ ചെന്ന് കുർബാന കഴിഞ്ഞാലാണ് വിവാഹകർമ്മം നടത്തുള്ളൂ, അല്ലെങ്കിൽ വിവാഹകർമ്മം നടത്തി അതിൻ്റെ കൂടെ കുർബാന ഉണ്ടാവും. അപ്പോൾ ഞാൻ വെയിലൊന്നും ഇട്ടിട്ടുണ്ടാവില്ലല്ലോ, ഷോളൊന്നും ഇടാത്ത ആളല്ലേ, അപ്പോൾ വെയിലൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു നാടകം കാണുന്ന പോലെ നോക്കി നിന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു ജീസസിനോട് ഞാൻ ചോദിക്കും, ഈശോയെ നിനക്കിത് തൃപ്തിയാണോ? ഈ കാണിച്ചു കൂട്ടുന്ന നാടകം നീ ഹാപ്പിയാണോ? എനിക്ക് തോന്നുന്നില്ല ജീസസ് ഹാപ്പിയാണെന്ന്. കാരണം ഇതല്ല അങ്ങോട്ട് ഉദ്ദേശിച്ചത്. അവനവൻ്റെ സമ്പത്തും സ്വത്തും കഴിവുകളൊക്കെ എല്ലാവർക്കുമായി പങ്കുവയ്ക്കാൻ പറഞ്ഞതാണ്. ഇങ്ങനൊരു നാടകമാക്കി അവതരിപ്പിച്ചിട്ട് ഇത് ഈശോ പറഞ്ഞു ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇനി ഞായറാഴ്ച നിർബന്ധമായി കണ്ടില്ലെങ്കിൽ കടം ആണ്. ഞായറാഴ്ച കുർബാന കണ്ടില്ലെങ്കിൽ കടം ആണ്, നിങ്ങൾ നരകത്തിൽ പോകും. കടം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തിൽ പോവില്ല, നരകത്തിൽ പോവും. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് കുർബാന കാണാത്തവരൊക്കെ നരകത്തിൽ പോവും. അപ്പം നമ്മളൊക്കെ ഒന്നടങ്കം നരകത്തിൽ പോകാനുള്ളവരാണ്. ഇന്ന് വിശുദ്ധ കുർബാന കൂടാത്ത എല്ലാ സത്യക്രിസ്ത്യാനികളും നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാ ഈ കടം, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂട്ടണത്? ഇവരൊക്കെ വന്ന നേർച്ചപ്പെട്ടി നിറയണം. ഞായറാഴ്ച വന്ന് പള്ളിയിൽ വരുന്നവരല്ലേ നേർച്ചപ്പെട്ടിയിൽ ഇടുള്ളൂ. പിന്നെ ഇവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പള്ളിപ്പണിക്ക് കാശുണ്ടാക്കാൻ. അപ്പോൾ ഉദ്ദേശമൊക്കെ വേറെയാണ്. അതാണ് ഈ ചോർന്നു പോകേണ്ട എല്ലാ ഐശ്വര്യവും ചോർന്നു പോയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്.
ഇനി ഈ സ്ത്രീകളുടെ ഒരു ഇത് പറയുമ്പോൾ ഞാൻ CMC സഭയുടെ അംഗമായിരുന്നു. അപ്പോൾ ഈ CMC പൊന്തിഫിക്കൽ സഭയായി മാറി. പൊന്തിഫിക്കൽ സഭ എന്ന് പറഞ്ഞാൽ പിന്നീട് ക്ലാരയും ഒക്കെ പൊന്തിക്കൽ ആരാധന മഠം അവരൊക്കെ പൊന്തിഫിക്കലായി. ആദ്യം CMC ആണായത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോപ്പിൻ്റെ നേരെ കീഴെ പോപ്പാണ് ഏക അധികാരി. പക്ഷേ തൽക്കാലം ലോക്കൽ ബിഷപ്പുമാരുണ്ടല്ലോ, ആ ബിഷപ്പുമാരാണ് ഭരിക്കുന്നത്. ഈ CMC സഭയിലെ ആളുകളെയും ഒക്കെ ലോക്കൽ ബിഷപ്പാണ് ഭരിക്കുക. അപ്പം എനിക്ക് അത്ഭുതം തോന്നും. ഓരോ മീറ്റിങ്ങുകൾക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രൊവിൻഷ്യാളമ്മ വരും, ജനറാളമ്മ വരും, കൗൺസിലേഴ്സ് വരും, ചിലപ്പോൾ പ്രിൻസിപ്പൽസും വൈസ് പ്രിൻസിപ്പൽസൊക്കെ വരാൻ പറയുമ്പോൾ ഞാനും പോകേണ്ട ഗതികേട് വരും. അരമനയിലൊക്കെ ഓരോ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ ബിഷപ്പോ അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ സ്ഥാനത്തുള്ള മറ്റ് അധികാരികളോ ഒരുപാട് വഴക്ക് പറയും സിസ്റ്റേഴ്സിനെ. പറയുന്നതിൽ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് പറയുക. പക്ഷേ എൻ്റെ ജനറാളമ്മയൊക്കെ എണീറ്റ് നിന്നിട്ട് ഓച്ചാനിച്ച് നിന്നിട്ട് ശരി പിതാവേ എന്ന് പറഞ്ഞ് തലകുനിച്ച് ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കണ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ഇതെന്താ ഇവർ ധൈര്യമായി പറയണ്ടേ, പിതാവേ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ചെയ്തത്. ഒരെണ്ണത്തിന് ധൈര്യമില്ല, പറയില്ല. കാരണം അവർക്ക് വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ ജനറാളമ്മയാവണം, നല്ല പിള്ളയാകണം, നല്ല പേര് കിട്ടണം. ഇതിനു വേണ്ടി ആവശ്യമില്ലാത്ത അടിമത്വം. ഇവിടെ ബിഷപ്പിൻ്റെ അടിമയാകേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഞങ്ങൾ പൊന്തിഫിക്കലാണ്, ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിലുള്ളവരാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ബിഷപ്പ് പറയുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും ഞങ്ങൾ തലകുനിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ആ ഒരു അടിമത്തം കാണുമ്പോൾ ഞാൻ വിചാരിക്കും, സ്ത്രീകൾക്ക് വേണ്ടാത്തടത്ത് പോലും എന്തിനാ ഈ അടിമയായിട്ട് തലവെച്ച് കൊടുക്കണേ എന്ന് എനിക്ക് ബാക്കിലിരുന്ന് എനിക്ക് വിഷമം തോന്നാറുണ്ട്. ഇതെന്താ ഇത്, ഒന്ന് തുറന്ന് പറഞ്ഞൂടെ, നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതല്ല കാര്യം, അങ്ങനത്തെ ഒരു കാര്യവും പറയില്ല. നിങ്ങൾക്ക് ഇനി കാൽകഴുകൽ ശുശ്രൂഷ ഞങ്ങൾക്ക് പെസഹ വ്യാഴാഴ്ച അറിയാലോ. അത് ഈ അടുത്ത കാലത്താണ് മാർപ്പാപ്പ പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, സ്ത്രീകളെ കൂടി ഇനി അൾത്താരയിലിരുത്തി അവരുടെ കാലുകൂടി കഴുകണമെന്ന്. അത് അറിഞ്ഞോ, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അത് പറഞ്ഞപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിലെ സുറിയാനിക്കാർ ഞങ്ങളുടെ സഭയിലുള്ളവർ പറഞ്ഞത് എന്താണെന്നറിയോ? അതെ മാർപ്പാപ്പ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണ്ട കേട്ടോ, ഞങ്ങൾ കൽദായ സുറിയാനിക്കാരാ. മാർപ്പാപ്പ ലത്തീനല്ലേ, ലത്തീൻ സഭയിൽ പോയി പറഞ്ഞോ പറയാനുള്ളതൊക്കെ, ഞങ്ങളോട് പറയണ്ട കേട്ടോ. അന്നാണ് ഞാനൊരു സത്യം കൂടി മനസ്സിലാക്കിയത്. സത്യത്തിൽ സുറിയാനി സഭയ്ക്ക് ഇപ്പോൾ മാർപ്പാപ്പയല്ല തലവൻ, മാർപ്പാപ്പ ലത്തീൻകാരുടെ മാർപ്പാപ്പയാണ്. ഞങ്ങൾ സുറിയാനിക്കാർക്ക് മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. ഇവർ പറഞ്ഞതാണ്. മാർപ്പാപ്പ വേഗം പറഞ്ഞു, ശരിയാ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, നിങ്ങൾ സുറിയാനിക്കാരെന്താണെങ്കിലും ചെയ്തോ, ലത്തീൻകാരോട് ഞാൻ നിർബന്ധം പറയുന്നു സ്ത്രീകളുടെ കൂടി കാല് കഴുകണമെന്ന്. ഏതൊക്കെയോ ചില പള്ളിയിൽ ചില അച്ഛന്മാർ ധീരതയോടെ സ്ത്രീകളെ കയറ്റി കാല് കഴുകിയിട്ടുണ്ട്. അതിനെപ്പറ്റി ചർച്ച വന്നു ചാനലിൽ. അപ്പോൾ പോൾ തേലക്കാട്ട് അച്ഛൻ ഇരിക്കുന്നുണ്ട് മെയിനായിട്ട് ചർച്ചയ്ക്ക്. അപ്പുറത്ത് MA ബേബി ഉണ്ട്, വേറെ ഏതോ ഒരു ആളെ ഞാൻ മറന്നുപോയി ആരാന്ന്, ഞാനുണ്ട് ചർച്ചയ്ക്ക്. അപ്പോൾ പോൾ തേലക്കാട്ട് പറയാണ്, അത് ഞങ്ങൾ ലത്തീൻ മാർപ്പാപ്പ പറയണത് ഞങ്ങൾ സുറിയാനിക്കാരെ അനുസരിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് മനസ്സാവുമ്പോൾ ഞങ്ങൾ ആലോചിക്കാമെന്നേ. ഇക്കൊല്ലം എന്തായാലും ചെയ്തിട്ടില്ല, സ്ത്രീകളുടെ കാല് കഴുകിയിട്ടില്ല. അപ്പോൾ MA ബേബി പറഞ്ഞു, ശരിയാണ്, അത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും, അത് ഞങ്ങളുടെ മാർക്സിസ്റ്റ് ലെവലിൽ തന്നെ ഒരു സ്ത്രീയെ ഞങ്ങൾ നേതാവാക്കിയിട്ടില്ല, ആക്കേണ്ടതാണ് എന്നൊക്കെ MA ബേബി പറഞ്ഞു. എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചെയ്താൽ ഒരു വലിയ ചരിത്ര സംഭവമാണിത്. കാരണം ഈ ഒരു സ്ത്രീയുടെ കാല് കഴുകുമ്പോൾ ആരുടെ കാലാണ് ഈശോ കഴുകിയത്? ഡിസൈപ്പിൾസിൻ്റെയാണ്, അതായത് അപ്പോസ്റ്റൽസിൻ്റെയാണ്. ആ 12 പേരിൽ ഒന്ന് സ്ത്രീ. ഈ ഡാവിഞ്ചി കോഡിൽ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയോ 2 സ്ത്രീയോ അല്ലെങ്കിൽ 6 സ്ത്രീകളോ 6 പുരുഷന്മാരോ ആയിട്ടിരുന്നാലും സ്ത്രീയുടെ കാല് കഴുകുന്നതോടുകൂടി അവൾ അപ്പസ്തോല ലെവലിലേക്ക് കയറുകയാണ്. അപ്പസ്തോലന്മാർക്കാണ് കൂദാശകൾ പരികർമ്മം ചെയ്യാനായിട്ട് സഭ, അല്ലെങ്കിൽ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സഭ ചെയ്യുന്നത്.
അപ്പോൾ പിന്നെ ഇനി സ്ത്രീകൾക്കും കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. ഇതൊരു തുടക്കമാണ്. ഇത് കഴിഞ്ഞാൽ നാച്ചുറലി അവർക്ക് കൂദാശകൾ പരികർമ്മം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞ വശം തേലക്കാട്ടച്ചനാകെ വേവലാതിയായി. ഇതിലിങ്ങനൊരു സൂത്രം മറഞ്ഞിരിക്കുന്നുണ്ടോ? സ്ത്രീകളുടെ കാല് കഴുകിയാൽ അവർ അപ്പസ്തോലന്മാരുടെ പദവിയിലേക്ക് വന്നാൽ അവർക്കും കൂദാശ കർമ്മം ചെയ്യാനുള്ള ഒരു വലിയ സംഭവമായി മാറുമെന്ന് പേടിച്ചിട്ട് ആൾ പറയാണ്. അങ്ങനെയൊന്നുമല്ല. അപ്പസ്തോലന്മാർ വേറെ, ശിഷ്യർ വേറെ. അപ്പോസ്റ്റൽസ് ആൻഡ് ഡിസൈപ്പിൾസ് രണ്ടും രണ്ടാണെന്ന് ആൾ വരുത്തിയിട്ട് ആൾ പറയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല. അപ്പോൾ എനിക്ക് പിന്നെ ഊഴം കിട്ടിയില്ല. പക്ഷേ ഞാൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തത്. അപ്പോൾ ഉഷായിസ് നായർ എന്നോട് വിളിച്ച് ചോദിച്ചു, ആ നേരത്തെ സിസ്റ്ററിൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി കണ്ടുവല്ലോ, സിസ്റ്റർ എന്താ ഉദ്ദേശിച്ചത് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞേ 12 പേരെ ഇരുത്തിയതിൽ അപ്പസ്തോലന്മാരല്ലേ എല്ലാം, അത് സ്ത്രീയായാലും പുരുഷനായാലും. ശിഷ്യന്മാരൊക്കെ പുറത്തല്ലേ, ബാക്കി ഡിസൈപ്പിൾസ് ആരാധകരൊക്കെ. അപ്പോൾ ഇവിടെ കയറ്റിയിട്ട് കാല് കഴുകണമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ അപ്പസ്തോല പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അച്ഛൻ അവിടെ ഇരുന്ന് ഉരുളണ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛനെ പേടി തട്ടിയെന്ന്. ഇതാണ് ഇതിനൊക്കെ ഇവർ ഉത്തരം പറയാൻ എന്താണെന്നറിയോ? സ്ത്രീ പ്രാതിനിധ്യം കത്തോലിക്ക സഭയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരമായിട്ട് അവർ പറയും, കന്യകാമറിയം, പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി ആരാധിച്ച് വെക്കുന്നുണ്ട്. എപ്പോഴോ മരിച്ചുപോയ ഒരു സ്ത്രീയെ പൊക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന സ്ത്രീകൾക്ക് എന്താ കാര്യം, എന്താ ഉപകാരം? ഇതാണ് അവരുടെ ഒരു മുടന്തൻ ന്യായം. വേറൊരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് ഓർമ്മയിൽ വരുന്നതാണ്. കന്യാസ്ത്രീകളെ മണവാട്ടികൾ എന്ന് വിളിക്കാറില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം? സത്യത്തിൽ ഇങ്ങനെയാണ്. എല്ലാ ആത്മാക്കളും സ്ത്രീലിംഗമാണ്. ഏക പുരുഷനേ ഉള്ളൂ, അത് ജീസസാണ്, ഏക മണവാളൻ. ഈ അർത്ഥത്തിലാണത് പറയുന്നത്. എല്ലാ മനുഷ്യരും, എല്ലാ ആത്മാവുകളും സ്ത്രീലിംഗമാണ്. അപ്പോൾ അവരുടെ നാഥനാണ് ഏക പുരുഷനായ ഏക മണവാളനായ ഈശോ. അപ്പം എല്ലാവരും മണവാട്ടികളാണ്. കത്തോലിക്ക സഭയിൽ അംഗമായിട്ടുള്ള എല്ലാവരെയും മണവാട്ടി എന്ന് വിളിക്കണം. കാരണം ഏക മണവാളനേ ഉള്ളൂ, അത് ജീസസ്. കന്യാസ്ത്രീകളെ എല്ലാം മണവാട്ടി എന്ന് വിളിക്കണ്ടേ? അച്ഛന്മാരെയും വിളിക്കണം മണവാട്ടികൾ, എല്ലാ വിശ്വാസികളെയും വിളിക്കണം മണവാട്ടികൾ എന്ന്. എല്ലാവരും മണവാട്ടികളാണ്. ആ ഒരു തത്വത്തിലാണ് മണവാട്ടി മണവാളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ഫെമിനൈൻ ജെൻഡറാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ ആത്മാവ് സ്ത്രീലിംഗമാകുമ്പോൾ ഏക പുരുഷൻ ഈ ദൈവം എന്നുള്ള അർത്ഥത്തിൽ ജീസസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കന്യാസ്ത്രീകളെ മാത്രം മണവാട്ടികൾ. ആരുടെ മണവാട്ടിയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അച്ഛന്മാരുടെ മണവാട്ടികളെന്ന് പറയേണ്ട ഗതികേടിൽ ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ആവശ്യമില്ലാതെ പറയാൻ പാടില്ലാത്ത സംജ്ഞയൊക്കെ ഈ കന്യാസ്ത്രീകൾക്ക് വെച്ച് കൊടുത്തിട്ട് കർത്താവിൻ്റെ മണവാട്ടികൾ. അപ്പോൾ തിരിച്ചച്ഛനെയും വിളിക്കണം, അച്ഛനും കർത്താവിൻ്റെ മണവാട്ടിയല്ലേ. പുരുഷന്മാർ അവരെയും ഈ കന്യാസ്ത്രീകൾ ധീരതയോടെ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കണം, നിങ്ങളൊക്കെ അല്ലേ മണവാട്ടികൾ, കർത്താവിൻ്റെ മണവാട്ടികളല്ലേ നിങ്ങളെല്ലാവരും എന്ന് ചോദിക്കാൻ ഒന്നാമത് ആർക്കും അറിഞ്ഞും കൂടാ. അറിയുന്നവർക്ക് ധൈര്യമില്ല. അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ്, ഒന്നും ഒരു ചോദ്യം ചെയ്യാനും പറ്റാത്ത വിധത്തിൽ. ഇനി ഈ 3 വ്രതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയോ? ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. പക്ഷേ നാട്ടുപട്ടം എന്ന് പറഞ്ഞ അച്ഛന്മാരുണ്ടല്ലോ, സാധാരണ പള്ളികളിലിരിക്കണം. നമ്മുടെ ബിഷപ്പ്, നമ്മുടെ ഫ്രാങ്കോ ബിഷപ്പ്, നമ്മുടെ താഴത്തെ ബിഷപ്പോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബിഷപ്പ്, അവർക്ക് ആർക്കും 3 വ്രതങ്ങൾ പാലിക്കേണ്ട കാര്യമില്ല. അവർക്ക് 2 വ്രതങ്ങളേ ഉള്ളൂ. ഒന്ന് അനുസരണവും മറ്റേത് ബ്രഹ്മചര്യവും. ഒരച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് എന്താ ജോലിയും ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്താ ജോലി, കുർബാന കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മചര്യം കാത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. അവർക്ക് ആകെ 2 വ്രതമേ ഉള്ളൂ, അത് സൂക്ഷിച്ച് ജീവിക്കണം, ആ ബ്രഹ്മചര്യം കാത്തുകൊണ്ടിരിക്കുക. അവർക്ക് ദാരിദ്ര്യവ്രതമില്ല, അവർക്ക് സ്വത്ത് സ്വന്തമാക്കാം, പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ അച്ഛന്മാരൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ പേരിൽ കുറേ സ്വത്തുണ്ടായിരിക്കും. വീട്ടുകാരൊക്കെ സ്വത്ത് ഭാഗിക്കാനുള്ള തല്ലുപിടുത്തങ്ങളായിരിക്കും. അച്ഛൻ മരണ ശയ്യയിൽ കിടക്കുന്ന അച്ഛനെ നോക്കാനൊന്നും ആർക്കും നേരം ഉണ്ടാവില്ല. എല്ലാവരും ആർക്കാ സ്വത്ത്, അച്ഛൻ്റെ സ്വത്ത് ആർക്ക് പോകണം,
എന്തിനാ ഈ അച്ഛന്മാരിങ്ങനെ സ്വത്തുണ്ടാക്കി വെച്ചതെന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നും. ഈ വഴക്കുണ്ടാക്കാനാണോ എന്നുള്ള പോലെ. അപ്പോൾ അത് കാരണം അവർക്ക് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടും. പക്ഷേ കന്യാസ്ത്രീകൾക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല. അതുപോലെ മറ്റ് അച്ഛന്മാർ, സന്യാസ അച്ഛന്മാർക്കും പാടില്ല. അപ്പോൾ നിങ്ങൾ CMI അച്ഛന്മാർക്ക് പാടില്ല, സലേഷ്യൻ അല്ലെങ്കിൽ ഡോൺ ബോസ്കോ അച്ഛന്മാർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല. അതുപോലെ നിങ്ങൾ പിന്നെ ഏതാണ് കപ്പുച്ചിൻ അച്ഛന്മാർക്ക് പാടില്ല. ഇങ്ങനെ സന്യാസം തിരഞ്ഞെടുത്തിട്ടുള്ള വൈദികർക്ക് 3 വ്രതമുണ്ട്. 2 വ്രതമല്ല, 3 വ്രതം. അവർക്ക് ദാരിദ്ര്യവ്രതമുണ്ട്. അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഫ്രാങ്കോ ബിഷപ്പ് പറഞ്ഞു, ഫ്രാങ്കോ ബിഷപ്പിൻ്റെ കന്യാസ്ത്രീകൾക്ക് ഒരു പ്രാവശ്യം ഒരു അച്ഛൻ, ഒരു CMI ഫാദർ പറഞ്ഞു, 1 ഏക്കർ ഭൂമി തരാം, നിങ്ങളൊന്ന് പോയിട്ട് അവിടെ മഠം ഉണ്ടാക്കുക എന്താ വേണിച്ചാൽ ചെയ്തോ, ഒന്ന് ഇവിടുന്ന് പോയി തരുമോ, 1 ഏക്കർ ഭൂമി തരാം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചർച്ച വന്നു. അപ്പോൾ ചാനലിൽ പറഞ്ഞു, അത് ചിലരൊക്കെ പറഞ്ഞു ഫ്രാങ്കോ ബിഷപ്പ് ഈ അച്ഛനെ മുന്നിൽ നിർത്തിയിട്ട് ഫ്രാങ്കോ ബിഷപ്പ് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന അച്ഛൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞു, ഒരിക്കലും അല്ല, അത് ആ CMI അച്ഛൻ്റെ നന്മ കൊണ്ട് ആ അച്ഛൻ്റെ 1 ഏക്കർ ഭൂമി ആ കന്യാസ്ത്രീകൾക്ക് കൊടുക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, CMI അച്ഛന് എങ്ങനെയാണ് 1 ഏക്കർ ഭൂമി ഉണ്ടാവുക? പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല. അവർക്ക് വീട്ടുകാർ കൊടുത്താൽ വരെ അത് കയ്യിൽ വയ്ക്കാൻ അവരുടെ പേരിലുണ്ടാവാൻ പാടില്ല. ആ നിയമമുള്ളപ്പോൾ എങ്ങനെയാണ് CMI അച്ഛന് അച്ഛൻ്റെ 1 ഏക്കർ ഭൂമി കൊടുക്കാൻ? അച്ഛൻ എങ്ങനെ 1 ഏക്കർ ഭൂമി ഉണ്ടാവുക? അദ്ദേഹം CMI ഫാദറല്ലേ എന്ന് ചോദിച്ചോടുകൂടി ചർച്ച വഴിമുട്ടി. ആ അച്ഛനെ ന്യായീകരിച്ച ആൾക്ക് പോലും അടുത്ത വരി പറയാൻ പറ്റുന്നില്ല. കാരണം ഈ കാര്യം ആർക്കും അറിയില്ല, ഈ സന്യാസ അച്ഛന്മാർക്ക്. അതുകൊണ്ടാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലെ ഒരു കാറ് വാങ്ങിയപ്പോൾ ഒരു തുടക്കത്തിൽ എനിക്കൊരു പ്രയാസം അനുഭവപ്പെട്ടത്. കാരണം കാറ് സിസ്റ്റർ സ്വന്തം പേരിൽ വാങ്ങി. പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല മഠത്തിലെ കന്യാസ്ത്രീ ആണെങ്കിൽ. അപ്പോൾ അത് ചെയ്തു. രണ്ടാമത് സിസ്റ്റർക്ക് കിട്ടിയ ശമ്പളമാണ് ഈ കാറ് വാങ്ങാൻ അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതും സ്വത്ത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ സ്വത്തിനെ. അപ്പോൾ ഈ 2 തരത്തിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പ്രശ്നത്തിലും സാലറി സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലും സിസ്റ്റർ തെറ്റ് ചെയ്തല്ലോ എന്ന് എൻ്റെ മനസ്സ് വിങ്ങിയിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, സിസ്റ്ററുമായി കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ സിസ്റ്റർ അതിനെ ചോദ്യം ചെയ്യുകയാണ്. അച്ഛന്മാർക്ക് കാറ് വാങ്ങാം, പ്രൈവറ്റ് പ്രോപ്പർട്ടി വയ്ക്കാം, സന്യാസ അച്ഛന്മാർ വരെ ഇഷ്ടംപോലെ കാറ് വാങ്ങിയിട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പാടില്ല എന്ന് പറഞ്ഞാലും. അങ്ങനെയാണെങ്കിൽ സിസ്റ്റേഴ്സിന് എന്തുകൊണ്ട് പാടില്ല? അതൊരു ചോദ്യം ചെയ്യലായിരുന്നു. അതുകൊണ്ട് ഷീ ഹാസ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ. അതിനുള്ള ധീരത കാണിച്ചല്ലോ. ആ അർത്ഥത്തിൽ ഞാൻ സിസ്റ്ററെ അംഗീകരിക്കുന്നു. ആദ്യം എനിക്കും ഒരു സിസ്റ്റർ ചെയ്തത് ശരിയായില്ലല്ലോ, സ്വന്തം പേരിലല്ലല്ലോ, കോൺവെൻറ്റിൻ്റെ പേരിലാണ് വാങ്ങേണ്ടത്. വാങ്ങുകയാണെങ്കിൽ തന്നെ അതും അനുവാദത്തോടെ വേണം. അതും സ്വന്തം സാലറി എടുത്ത് ചെയ്യാൻ പാടില്ല. അത് കോൺവെൻറ്റ് അനുവദിക്കുന്ന സ്വത്തിലാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ പലർക്കും അറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ 1 ഏക്കർ ഭൂമി CMI അച്ഛൻ കൊടുത്തു, അങ്ങനെ അച്ഛനങ്ങനെ കൊടുക്കാൻ പാടില്ല. പിന്നെയുള്ള ഈ ഉച്ചനീചത്വം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ലോഹ ഇട്ടിട്ട് അച്ഛന്മാരൊന്നും നടക്കണം നമ്മൾ കണ്ടിട്ടില്ല. വേണമെങ്കിൽ കുർബാന ചൊല്ലുമ്പോഴും മറ്റും അവർ ഒഫീഷ്യൽ ഡ്രസ്സ് ഉപയോഗിക്കുക. അല്ലാത്ത എപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും ബാക്കി ഏത് ആഘോഷങ്ങൾക്ക് പോകുമ്പോഴും അവർ നല്ല സുന്ദരമായിട്ടൊരു ജെൻറ്റിൽമാനായിട്ടാണ് അവർ പോവാറ്. ഇത് അച്ഛനാണോ? ചിലരൊക്കെ എപ്പോഴും കണ്ടുപിടിക്കും കേട്ടോ. ചിലരിങ്ങനെ ചില പുരുഷന്മാരെ നല്ലോണം നോക്കിയിട്ട് പറയും അതൊരു അച്ഛനാണ് കേട്ടോ എന്ന് നോക്കിയിട്ട് കണ്ടെത്തും. അത് അവരുടെ മിടുക്ക്. പക്ഷേ ഇവർ അവരുടെ ഡ്രസ് കോഡിൽ ഒരിക്കലും അത് അറിയിക്കില്ല. അവർ ആ ഒഫീഷ്യൽ ഡ്രസ്സല്ല ഇടുക, കോമൺ ഡ്രസ്സ്, ലേമാൻസ് ഡ്രസ്സാണ്. ഞങ്ങൾ കന്യാസ്ത്രീകൾക്കോ ഒരിക്കലും ഡ്രസ്സ് മാറാൻ പാടില്ല. ഏത് കല്യാണത്തിന് പോയാലും ഏത് പരിപാടിക്ക് പോയാലും ഇനി സിനിമാ തിയേറ്ററിൽ പോയാലും ഞങ്ങളുടെ ആ കന്യാസ്ത്രീ വസ്ത്രം മാറ്റാൻ പാടില്ല. കാരണം ആ യൂണിഫോം മാറ്റാൻ പാടില്ല. ഇതിൽ തന്നെ ഒരു ഉച്ചനീചത്വം ഉണ്ടല്ലോ. കാരണം അവർക്ക് ഏത് ലെവലിലും പോവാം, കന്യാസ്ത്രീകൾക്ക് അതേ ഡ്രസ്സ് മാറ്റാൻ പാടില്ല. ഞാൻ ഒരിക്കൽ സിസ്റ്റർ ലൂസി ഇതുപോലെ ചുരിദാർ ഇട്ട് പോയപ്പോൾ അത് വലിയ വിഷയമായി മാറിയത്. കാരണം യൂണിഫോം മാറ്റി പാടില്ല. അച്ഛന്മാർക്കാകാം, അവർ പുരുഷന്മാരല്ലേ. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ഉച്ചനീചത്വത്തിന്. ഇനി വിവാഹം, കർമ്മങ്ങൾ, എന്താണ് പെരുന്നാൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ആഘോഷമുണ്ടെങ്കിൽ അതിനെ അച്ഛന്മാർക്ക് പോകാം, കന്യാസ്ത്രീകൾക്ക് പോകാൻ പാടില്ല. കന്യാസ്ത്രീകൾക്ക് പോകാം വല്ലവരും മരിച്ച, സ്വന്തപ്പെട്ടവർ മരിച്ചാൽ. അപ്പോൾ ഞങ്ങളുടെ
തറവാട്ടിൽ 2-3 മരണങ്ങൾ അടുത്തടുത്ത് വന്നിട്ട് ആ മരണങ്ങൾക്കൊക്കെ ചെന്നപ്പോൾ എന്നും ഞാൻ കരയുന്നു, അവിടെ നിൽക്കുന്നവരും കരയുന്നു. കണ്ണീരിൻ്റെ മുഖങ്ങൾ മാത്രം കാണുന്ന 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നും കണ്ണുനീരിൻ്റെ മുഖങ്ങൾ മാത്രം കാണാൻ വിധിക്കപ്പെട്ടവരാണോ കന്യാസ്ത്രീകൾ എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോയി. കാരണം ഞങ്ങൾക്ക് ഒരു നല്ല കർമ്മത്തിനും പോകാൻ പാടില്ല, ഒരു കല്യാണത്തിന് പോകാൻ പാടില്ല, ഒരു ഉത്സവമോ കാര്യങ്ങളോ വന്നാൽ ഞങ്ങൾക്ക് പോകാൻ പാടില്ല. സത്യനന്ദിക്കാട് ഒരു സിനിമയിലൊരു കന്യാസ്ത്രീ വന്നതായിട്ടൊക്കെ കാണിച്ചപ്പോൾ ഏതോ മിഷണറി സിസ്റ്റേഴ്സൊക്കെ വന്നാൽ ചിലപ്പോൾ അവർക്ക് 1 മാസം വീട്ടിൽ താമസിക്കാം എന്നൊക്കെ അനുവാദമുള്ളപ്പോൾ ഒരു കല്യാണം വന്നാൽ ഒരു പക്ഷേ കൂടിയിട്ടുണ്ടാകാം. അല്ലാതെ കാണുമ്പോൾ നമുക്കതൊരു അപാകതയായി തോന്നും. അങ്ങനെ ഞങ്ങൾക്ക് പാടില്ലല്ലോ കല്യാണങ്ങൾ കൂടാൻ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ തോന്നും. അപ്പോൾ ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും മനസ്സ് വിങ്ങുന്ന കാര്യങ്ങളാണ്. പുരുഷനായാൽ അല്ലെങ്കിൽ അച്ഛനായാൽ അതൊക്കെ പാടും, കന്യാസ്ത്രീ ആയാൽ സ്ത്രീ ആയാൽ അതൊന്നും പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഉച്ചനീചത്വങ്ങൾ. ഞാൻ ഒരു പുസ്തകം എഴുതിയതിൻ്റെ ടൈറ്റിൽ 9 പുസ്തകങ്ങളാണ് DC ബുക്സ് ഇറക്കിയിരിക്കുന്നത്. അതിലൊരെണ്ണത്തിൻ്റെ ടൈറ്റിൽ ദൈവത്തിൻ്റെ ജെൻഡർ എന്നാണ് ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. അതൊരു ലേഖനത്തിൻ്റെ ഇതാണ്. അപ്പം എന്നോട് കോളേജിലെ ടീച്ചർമാർ എന്നെ വഴിയിൽ കണ്ടപ്പോൾ ചോദിച്ചു, സിസ്റ്റർ എന്താ കണ്ടെത്തിയത്, ദൈവത്തിൻ്റെ ജെൻഡർ എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടെത്തിയത് ദൈവത്തിൻ്റെ ജെൻഡർ ട്രാൻസ്ജെൻഡറാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഫ്രം വൺ ജെൻഡർ ടു ദി അതർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇടയ്ക്കൊക്കെ ദൈവം ചായ കാണിക്കുന്നത് മദറിൻ്റെയും അമ്മയുടെയും സ്ത്രീയുടെയും, ചില സമയങ്ങളിലൊക്കെ ബൈബിളിലായാലും മറ്റു കാര്യങ്ങളിലായാലും പുരുഷൻ്റെയും. അധികവും പുരുഷനാണ് കേട്ടോ ദൈവം. എന്നാലും പല സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ആട്ടിൻകുട്ടികളെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ ചിറകിൻ കീഴിൽ, അവിടെയൊക്കെ ഒരു അമ്മ റോളാണ് വരുന്നത്. പിന്നെ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു അമ്മത്വം ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അമ്മയാകും, ഇടയ്ക്ക് അപ്പനാകും. അപ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലേ, ട്രാൻസ്ഫറിങ് ഫ്രം വൺ ജെൻഡർ ടു ദി അതർ, അങ്ങനെയാണ് ട്രാൻസ്ജെൻഡറിന് അർത്ഥം കൊടുത്തത്. ഞാൻ പറയാണ്, എല്ലാ മനുഷ്യരും ട്രാൻസ്ജെൻഡേഴ്സാണെന്ന്. ഇവിടെ ഇരിക്കുന്നവരും ഹാളിന് പുറത്തുള്ളവരും ഒക്കെ ട്രാൻസ്ജെൻഡർ ആകണം. നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ പുരുഷനായിരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ പുരുഷനായിരിക്കുകയും ചില സന്ദർഭങ്ങളെങ്കിലും നിങ്ങൾ അമ്മമാരോ സ്ത്രീകളോ ആകേണ്ട സന്ദർഭങ്ങളുണ്ട്. അത് നിങ്ങൾ ആവാറുമുണ്ട്. കുഞ്ഞിന് സുഖമില്ലാതെയായി, ഭാര്യയ്ക്ക് വരാൻ പറ്റുന്നില്ല, കുഞ്ഞിൻ്റെ അടുത്തൊരു അമ്മയെപ്പോലെ നിങ്ങളിരിക്കും, നിങ്ങൾ ശുശ്രൂഷിക്കും, നിങ്ങൾ രാത്രി ഉറക്കൊളയ്ക്കും. പല സന്ദർഭങ്ങളിലും പുരുഷന്മാർ സ്ത്രീകളുടെ റോള്, സൊസൈറ്റി പറയുന്ന സ്ത്രീകളുടെ റോള് ചെയ്യാറുണ്ട്. നിങ്ങളങ്ങനെ ട്രാൻസ്ജെൻഡർ ആകുകയാണ്. സ്ത്രീകളും അങ്ങനെ ചെയ്യാറില്ലേ? സ്ത്രീകൾ കുറേ സന്ദർഭങ്ങളിൽ അവർ സ്ത്രീ തന്നെ, പക്ഷെ എത്രയോ സന്ദർഭങ്ങളിൽ അവർ പുരുഷൻ്റെ റോള് ചെയ്യുന്നു. കുടുംബത്തിൽ എത്രയോ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ പറയാം, എല്ലാ ഹ്യൂമൻ ബീയിങ്സും, മനുഷ്യനായി ജനിച്ചവരെല്ലാം ട്രാൻസ്ജെൻഡറുകളാണെന്നും ട്രാൻസ്ജെൻഡറുകളാകണമെന്നും എന്നാണ് ഞാൻ പറയുന്നത്. അവശ്യ സന്ദർഭങ്ങളിൽ പുരുഷനായി നിലനിൽക്കുന്നത് പോലെ തന്നെ പുരുഷൻ സ്ത്രീയുമാകണം. അവശ്യ സന്ദർഭങ്ങളിൽ സ്ത്രീയായി നിലനിൽക്കുന്നത് പോലെ തന്നെ പുരുഷനുമാകണം. എങ്കിലാണ് ആ സൃഷ്ടി പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ. സൊസൈറ്റിയുടെ റോൾ അനുസരിച്ച് തന്നെ രണ്ടും ചേരുന്ന അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് ഉദ്ദേശിക്കുന്ന എന്താണോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവനവനിൽ തന്നെയുള്ള ആ പുരുഷൻ്റെ ഭാവം സ്ത്രീ പുറത്തെടുക്കണം. അവശ്യ സന്ദർഭങ്ങളിൽ പുരുഷനും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോഴാണ് ഒരു പൂർണ്ണ സൃഷ്ടിയാവുള്ളൂ. അപ്പോൾ നിങ്ങളും നമ്മളും എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സ് ആകട്ടെ എന്നാണ് എൻ്റെ ആശംസ. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, തിരുവസ്ത്രം ഉപേക്ഷിച്ച കന്യാസ്ത്രീ. ഞാൻ പറഞ്ഞ വരികൾ എഴുതുമ്പോൾ അവർ ബ്രാക്കറ്റിലിടും തിരുവസ്ത്രം ഉപേക്ഷിച്ച കന്യാസ്ത്രീ. സിസ്റ്റർ ജസ്മി എന്ന് പറഞ്ഞാൽ അന്നൊന്നും ആർക്കും അറിയില്ല, ഇറങ്ങിയ ഉടനെ 17 കൊല്ലം മുൻപ് പത്രത്തിലൊക്കെ അങ്ങനെ എപ്പോഴും ബ്രാക്കറ്റിലിടും തിരുവസ്ത്രം ഉപേക്ഷിച്ച കന്യാസ്ത്രീ. അപ്പോൾ ഞാൻ പറയാറുണ്ട് എല്ലാവരോടും, ഞാൻ നിങ്ങളുടെ മുൻപിൽ തിരുവസ്ത്രം ഉപേക്ഷിച്ച് നിങ്ങളെപ്പോലെ അശുദ്ധ വസ്ത്രം ധരിച്ച് വന്ന് നിൽക്കുന്നു എന്നാണ് പറയാറ്. അപ്പോൾ അത് തിരുവസ്ത്രമാണെങ്കിൽ നമ്മുടെയൊക്കെ അശുദ്ധ വസ്ത്രങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ട്, അപ്പം ഞാൻ ഈ ഡ്രസ് കോഡിൻ്റെ കാര്യം പറയാണ്. വൈദികരും
പലപ്പോഴും തിരുവസ്ത്രം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവർക്ക് തെറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇത് അച്ഛനാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാ കാണപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവർ സുഖമായി പെരുമാറുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് സ്ത്രീകൾക്കത് പാടില്ലല്ലോ. ഒരു തരത്തിലതൊരു പ്രൊട്ടക്ഷനും കൂടിയാണ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാമെന്നില്ല. സമയം എത്ര എടുത്തു എന്ന് ഞാൻ അറിയില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിലമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, ഇങ്ങനൊരു മകൾ എൻ്റെ വയറ്റിൽ നിന്ന് വന്ന് പിറന്നുല്ലോ എന്നൊക്കെയാണ് എന്നോട് ഒരു ശാപം പോലെ പറയാറുള്ളത്. അപ്പോൾ ഒരു വളരെ ഭക്തയായ ഒരു മരുമകളുണ്ടായിരുന്നു ഞങ്ങളുടെ തറവാട്ടിൽ. അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഒരു ചെറുപ്പം ഭർത്താവ് അവനൊരു ട്രെക്കിങ്ങിന് പോയിട്ട് വന്നു. പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വന്നു, അവൻ മരിച്ചു. അത് ഒരു പ്രതീക്ഷിക്കാത്ത യങ് ആയിട്ടുള്ള ഒരു ഭർത്താവാണ്. 3 മക്കളുണ്ട്. ഏറ്റവും ഇളയത് ഇവളുടെ ഒക്കത്താണ്. അപ്പോൾ അങ്ങനെ മരിച്ചു കിടന്നപ്പോൾ അവൾ അന്ന് രാവിലെ, ശവം അവിടെ കിടക്കുന്നുണ്ട്, രാവിലെ അവൾ കുർബാനയ്ക്ക് പോയി. എല്ലാവരും അവളെ വളരെ വിശുദ്ധയായിട്ട് വാഴ്ത്തി. കാരണം ഭർത്താവിൻ്റെ മൃതദേഹം അവിടെ ഇട്ടിട്ടും അവൾ പള്ളിയിൽ പോയി കുർബാന കാണാൻ പോയി. അത് വലിയൊരു പുകഴ്ചയായിരുന്നു. അങ്ങനെ എല്ലാവരും, അപ്പം അവൾക്ക് ഇങ്ങനെ കുർബാന എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനും ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ അവളൊരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എന്തൊക്കെ പറഞ്ഞാലും വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന കൂദാശയല്ലേ അത്, അതിൽ നിന്ന് കിട്ടുന്ന വരപ്രസാദം, അത് എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഈശോയോട് സംസാരിച്ചു എന്ന് പറഞ്ഞാലും വേറെ എന്ത് പ്രാർത്ഥനകൾ ചൊല്ലിയാലും അതൊന്നും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, കൂദാശ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റഗിസം ക്ലാസ്സിൽ എന്താണ് ഡെഫിനിഷൻ പഠിച്ചിരിക്കുന്നത്, നീ ഓർക്കുന്നുണ്ടോ? കാണപ്പെടാത്ത ദൈവവരപ്രസാദം കാണപ്പെടുന്ന വിധത്തിൽ നമ്മളിലേക്ക് വരുന്നതിൻ്റെ അടയാളമാണ് കൂദാശ. ഞാൻ പറഞ്ഞു, അത് അടയാളമാണ്. അടയാളം ഒരിക്കലും അതല്ല. സൈൻ എന്ന് പറഞ്ഞാൽ ആ സൈനിൽ വസ്തുവില്ല, അത് വെറൊരു അടയാളമാണ്. നമ്മളിപ്പോൾ ഇവിടേക്ക് വരുന്ന ഒരു ഹാളിൻ്റെ വഴി ഒരു അടയാളം വെച്ചാൽ അത് ആ ഹാളോ സ്ഥലമോ ആയില്ല. അടയാളം ഒരിക്കലും അതല്ല. അടയാളം വെറും ഒരു അടയാളം മാത്രമാണ്, അതില്ല. എന്നാൽ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ദൈവപ്രസാദം വരുന്നു എന്നുള്ള ഒരു അടയാളമാണതെങ്കിൽ അതില്ല. ദൈവപ്രസാദമോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ പറയുന്നതെന്നില്ല. അപ്പോൾ അത് എനിക്ക് അതിൻ്റെ അടയാളം വേണ്ട. ഞാൻ അല്ലാതെ വിശ്വസിക്കുന്നു എന്നിൽ ദൈവപ്രസാദം ഉണ്ടെന്നോ ഏതൊക്കെ നന്മകളുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കൂദാശ എന്നൊക്കെ പറയുമ്പോഴേ അതിന് എങ്ങനെയോ എനിക്ക് ആ ഉത്തരം കിട്ടിയോടുകൂടി പിന്നെ അവൾക്കൊന്നും പറയാനില്ല. അടയാളമല്ലേ അവൾ വിശ്വസിക്കുന്നത്, എനിക്ക് അടയാളം വേണ്ട. ഞാൻ അല്ലാതെ തന്നെ എന്നിൽ ആ കൃപയുണ്ട്, അല്ലെങ്കിൽ ആ ദൈവമോ ഏതോ ശക്തി അത് എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അങ്ങനെ പറയേണ്ടി വന്നു.